ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുട്ടികൾക്ക് കൊടുക്കേണ്ട പോഷകാഹാരത്തെ കുറിച്ചാണ്. അപ്പൊ കുട്ടികള് ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രോത്തിന്റെ ഒരു 60% അവരുടെ ഗ്രോത്ത് അവർ ഫിനിഷ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പോഷകാഹാരങ്ങൾ ഒരുപാട് കുട്ടികളുടെ ഉള്ളിലെത്തേണ്ടതുണ്ട്. അത് പലപ്പോഴും വൈറ്റമിൻസ് ആയിട്ടും മിനറൽസ് ആയിട്ടും പ്രോട്ടീൻ ആയിട്ടും ഒക്കെയാണ് കുട്ടികളുടെ ഉള്ളിലേക്ക്, അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോലെ തന്നെ കുട്ടികളെ നമ്മൾ അത് കഴിപ്പിക്കേണ്ടതാണ്. അപ്പൊ എന്തൊക്കെ പോഷകാഹാരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ടഫ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ചെറിയ വയറുകളാണ്, അതാണ് നമ്മൾ ഇത്രയും പോഷകാംശമുള്ള ഫുഡുകളെ കൊണ്ട് നിറയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന പാരന്റ്സിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പോഷകാഹാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും ദഹന പ്രശ്നങ്ങൾ, അതുപോലെ വിശപ്പ് കുറയുന്ന ഒരു അവസ്ഥ, അതുപോലെ കഴിക്കുന്ന ഫുഡുകളിൽ നിന്ന് ചിലപ്പോൾ ഒരു അലർജി പ്രശ്നമുണ്ടായി അവർക്ക് വയറിളക്കം, അതുപോലെ തന്നെ വയറുവേദന, വയറിലെ എരിച്ചിൽ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾ ചെറിയ കുട്ടികളിൽ നമ്മൾ കാണപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ ഭയങ്കരമായിട്ട് ഹെവി ആകാനും പാടില്ല. എന്നാൽ അവരുടെ ദഹനത്തിനെ വളരെയധികം ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കണം. എന്നാൽ പോഷകാംശം കൂടുതലായിട്ടും ഇരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ സംബന്ധിക്കുമ്പോൾ നമുക്ക് ഡെയിലി ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില ഫുഡുകളാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മോരാണ്, അല്ലെ? അപ്പൊ മോര് കാച്ചി ഉപയോഗിക്കാം. അപ്പൊ മോര് കാച്ചുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പലരും ചെയ്യുന്നത് തൈരിൽ വെള്ളം ഒഴിച്ച് നമ്മൾ കുഞ്ഞിന് കൊടുക്കും, അല്ലെങ്കിൽ അത് കാച്ചി സാധാരണ കാച്ചണ പോലെ ഒക്കെ കാച്ചി കൊടുക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. തൈര് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിന്റെ ബട്ടർ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ മോര് കാച്ചുന്ന പോലെ കാച്ചി കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഇത് പലപ്പോഴും നമ്മുടെ ദഹനത്തെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ നെയ്യ്, വെണ്ണ, ഇത് രണ്ടും നമുക്ക് കുഞ്ഞിന് കൊടുക്കാം. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രോത്തിനെ, ഹെൽത്തിനെ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് നെയ്യ്, വെണ്ണ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. പിന്നെ സ്പ്രോട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, അത് ചെറുപയർ ഉണ്ടായിരിക്കാം, മുതിര ഉണ്ടായിരിക്കാം, എല്ലാ സ്പ്രോട്ടഡ് ആയിട്ടുള്ള കടല ഉണ്ടായിരിക്കാം, ഏത് തരത്തിലുള്ള ഈ നമ്മൾക്കറിയാലോ പീസ് പോലത്തെ എന്തും, പയറുവർഗത്തിൽ പെടുന്ന എന്തും നമുക്ക് സ്പ്രോട്ടഡ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് കുട്ടികളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നല്ല എപ്പോഴും ഞാൻ പറയുന്നത് നെയ്യ്, അതുപോലെ ബട്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ നല്ല രീതിയിലുള്ള നെയ്യും വെണ്ണയൊക്കെ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ കുഞ്ഞിന് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് പലപ്പോഴും നമുക്ക് ചിലതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അത്രയും നല്ല ക്വാളിറ്റീസ് അതിൽ ഉണ്ടാകണമെന്നില്ല. അപ്പൊ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായി, ലോങ് വെജിറ്റബിൾസ്, ലോങ് ബീൻസ്, അങ്ങനെയൊക്കെ. പിന്നെ മീനിൽ ഒരുപാട് omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പൊ മീൻ കുഞ്ഞിന് ഡെയിലി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചാള, ചൂര, മത്തി, അതുപോലെ തന്നെ മറ്റ് കറികളോടുകൂടി എപ്പോഴും ഫ്രൈ ചെയ്ത് കൊടുക്കാതിരിക്കുക, കറിയാക്കി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ മുട്ട കൊടുക്കുന്നത്. ഇനി ചില കുട്ടികൾക്കെങ്കിലും ചില ഫുഡ് ഐറ്റംസ് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതിലൊന്നാണ് പാല്. അപ്പൊ പാല് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന കവർ പാല് എന്നതിലുപരി നമുക്ക് കുട്ടികൾക്ക് നല്ല നാടൻ പാല് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ കുട്ടികളെ അത് കുടിപ്പിക്കാം. അത് വളരെ ഗുണം ചെയ്യുന്നതാണ്, നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി കുട്ടികൾക്ക് ഡെയിലി ശീലമാക്കരുത്. എന്നിരുന്നാലും ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന കുട്ടികൾക്ക് അതെല്ലാം ശീലമാക്കുന്നതിന് പ്രശ്നമില്ല. പ്രത്യേകിച്ച് റെഡ് മീറ്റിലേക്ക് പോകാതെ ചിക്കനൊക്കെ നമുക്ക് കുഞ്ഞിന് കൊടുക്കുന്നത് കുഴപ്പമില്ലാതെ ഗുണം ചെയ്യാറുണ്ട്. അതുപോലെ ചെറുപയർ, അത്തരം ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. നട്ട്സ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അലർജി ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ചില ഫുഡുകൾ കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത്തരം ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഇത് പലപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചീത്ത ഫുഡുകൾ കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചില ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഇതിനോട് മാത്രം ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതുമൂലം അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുട്ടിയെ പരിശീലിപ്പിക്കണം. കാരണം അവരൊരു മൈൻഡ്ഫുൾ ഈറ്റിംഗിലേക്ക് കൊണ്ടുവരണം. എന്താണ് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ്? മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് വെച്ചത് മോശപ്പെട്ട ഫുഡ് ഐറ്റംസ് തിരിച്ചറിയാനായിട്ട് കുഞ്ഞിനെ മനസ്സിലാക്കിപ്പിക്കണം. അതുപോലെ തന്നെ നല്ല ഫുഡുകൾ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും കഴിക്കണം എന്നുള്ളൊരു ബോധം കുട്ടികളിൽ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഇത് കുട്ടികളെ തീർച്ചയായിട്ടും പഠിപ്പിക്കണം.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ കുഴപ്പമില്ല, പയ്യെ പയ്യെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് മോശപ്പെട്ട ആ ഒരു ഫുഡ് ഐറ്റംസ് അവരുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതുമാണ്. നല്ല ഫുഡ് ഐറ്റംസ് അവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് പരിശീലിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. അത് സീസണൽ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സുകളും നമുക്ക് കൊടുക്കാം. പേരയ്ക്ക, പപ്പായ, മാതള നാരങ്ങ, അതേപോലെ തന്നെ ഓറഞ്ച്, ആപ്പിൾ, എല്ലാ ഫ്രൂട്ട്സും, അവക്കാഡോ, കിവി, ഇതൊക്കെ നമുക്ക് കുട്ടിക്ക് അവരുടെ ആവശ്യാനുസരണം പല പല രീതികളിലായിട്ട് നമുക്ക് കുട്ടികളെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് റാഗി എന്ന് പറയുന്നത്, റാഗി വളരെയധികം അയൺ, കാൽസ്യം, അതുപോലെ തന്നെ ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പൊ നമ്മൾ റാഗിയൊക്കെ കുട്ടിക്ക് ഇടയ്ക്ക് ദോശയുടെ രൂപത്തിലോ റൊട്ടിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ 6 മാസത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്, റാഗി കൊണ്ട് കുറുക്ക് അല്ലെ. അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. റാഗി വെച്ചിട്ടുള്ള പുട്ട് ഒക്കെ നമുക്ക് കൊടുക്കാൻ, കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഔഷധ പ്രയോഗങ്ങൾ നമുക്ക് ആയുർവേദ രീതിയിലുണ്ട് കുട്ടികളുടെ ഒരു ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ WHO റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പീഡിയാഷുവർ എന്ന് പറയുന്ന ഒരു പൗഡർ ഇപ്പൊ അവൈലബിൾ ആണ്. അതൊരു ന്യൂട്രീഷ്യസ് പൗഡർ ആണ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റിസർച്ച് ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. 30 ടൈപ്പ് ഓഫ് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ 20ഓളം ക്ലിനിക് സ്റ്റഡീസിലൂടെ ആണ് ഈ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ പ്രൊഡക്റ്റ് ഇപ്പൊ വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് കുട്ടികളുടെ ഗ്രോത്തിനെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യുമെന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. 50% കുട്ടികളുടെ ഗ്രോത്തിനെ ഇത് ഇംപ്രൂവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും കുട്ടികൾ പാരന്റ്സിനോടാണ് പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് അവർ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിക്കാനായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൗഡർ, പീഡിയാഷുവർ എന്ന് പറയുന്ന പൗഡർ നിങ്ങൾക്ക് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ന്യൂട്രീഷ്യസ് ആണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതും കൂടിയാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ ന്യൂട്രീഷൻ നമുക്ക് ആയുർവേദ രീതിയിൽ ന്യൂട്രീഷ്യസ്, അതായത് കുട്ടികളുടെ ഒരു ഗ്രോത്ത് കുറവാണ്, ഗ്രോത്ത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യണമെന്ന് സഹായിക്കുന്ന ഔഷധ പ്രയോഗങ്ങളും ഉണ്ട്. അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യണം. ഞാൻ താഴെ നമ്മുടെ ക്ലിനിക്ക് നമ്പർ കൊടുത്തേക്കാം. അതിലൊരു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ happy, stay healthy. Bye.